ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. Please guide me, divine angels, universe, and the viewers and the person. The current feelings ഈ ഒരു ടൈമിൽ എന്താണ്? എംപ്രസിൻ്റെ എനർജീസ് ആണ് നമുക്ക് ഫസ്റ്റിലെ വന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മാരീഡ് ആയിരിക്കാം. ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഓക്കെ, നിങ്ങൾ മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്. എനിക്കതാ ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവരുടെ എനർജീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇതൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഇവരൊരു വൈഫാണെങ്കിലും അല്ലെങ്കിൽ ഇവരൊരു നിങ്ങൾ അല്ലെങ്കിൽ ഒരു വൈഫാണെന്ന് പറഞ്ഞാലും ഇവിടെ നിങ്ങളുടെ ഈ ഒരു എനർജി, ഈ ഒരു എംപ്രസ് എന്നുള്ളൊരു എനർജി വളരെ ലവിങ് കെയറിങ് പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നുള്ളത്. റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തി, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. സോ ആ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പവറിലാണ് എഗെയിനുള്ളത്. ഓക്കെ, എഗെയിൻ പിന്നെ വേറൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ വൈഫാണ്, നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു അതർ വുമൺ ഉണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജീസ് നിങ്ങൾ ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് ഈ ഒരു ടൈമിൽ കാണുന്നുള്ളത്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജീസ് ആണ് അഗെയിൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റിൽ തന്നെ നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ആ ഒരു മൊത്തത്തിലൊരു ഒരു ഫുള്ളൊരു സോൾ സാറ്റിസ്ഫാക്ഷനൊക്കെ, ഈ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനൊക്കെ ഈ ഒരു വ്യക്തിയിലാണുള്ളത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. അത് ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം, വളരെ നെയിമും ഫെയിമും ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം. ഇവരുടെ ഫാമിലിയൊക്കെ ആണെങ്കിലും ട്രഡീഷൻ്റെ കാര്യത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലി ആയിരിക്കാം. ഓക്കെ, വളരെ ട്രഡീഷണൽ പേഴ്സൺ ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. ഓക്കെ, എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു ടീച്ചറാണെന്ന് തോന്നുന്നു. ഓക്കെ, ടീച്ചർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് സംതിങ് ആയിരിക്കാം. ആ ഒരു എനർജീസാണ്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റീസെൻ്റായിട്ട് എന്തൊക്കെയോ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, എന്തോ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എൻഡായി. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എൻഡായതിൻ്റെ ഇതിൽ നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു വ്യക്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയാണുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വ്യക്തിയായിട്ടല്ലേ, നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി ഒരു വ്യക്തിയായിട്ട് മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ട്. എനിക്കതാ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു വ്യക്തി വല്ലപ്പോഴും വരുന്നുണ്ടാവും, വല്ലപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അധികം സംസാരിക്കുന്നുണ്ടാവുകയില്ല. സോ ഈ ഒരു എനർജി കൊണ്ട് നിങ്ങൾ ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വ്യക്തി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല, എന്താണ് ശരിക്കും ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിൽക്കാനും പറ്റുന്നില്ല, ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം ഈ ഒരു കണക്ഷൻ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു കണക്ഷൻ ഇട്ടിട്ട് പോകാനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിൽക്കാതിരിക്കാനായിട്ടും വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം എനർജീസ് ആണ്, നിങ്ങളെ മിറർ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 of Wands എനർജീസ് ആണ്. ഇവർക്ക് ഏതോ ഒരു മൊമെന്റിൽ ഇവർക്ക് ഈ ഒരു കണക്ഷൻ ഒരു ഭാവിയില്ല, ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്ക് വന്നു പോയിട്ടുണ്ട്.
അപ്പം ആ ഒരു എനർജി കൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു വന്നും പോയി നിൽക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുള്ളത്. കാരണം ഇവർ ഓൾറെഡി ഇമോഷണലാണ്, പക്ഷെ അവർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജി, ഇമോഷണലും ആണ്. പക്ഷേ എങ്കിൽ അത് ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷന് ഭാവിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ള ഒരു എനർജിയിലാണ് ആ ഒരു വ്യക്തി ഉള്ളത്. ഓക്കെ, ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നുള്ളത്. അതാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ വന്നും പോയി നിൽക്കുന്ന ഒരു എനർജി മെയിനായിട്ടും വരാനായിട്ടുള്ളൊരു റീസൺ അതാണ്. ഫോർ ഓഫ് സോഴ്സ്. ഓക്കെ, ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജീസ് ആണ്. ജെമിനി, ലിബ്ര, അക്വേരിയസ്, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ്. അതായത് ഫയർ സൈനും എയർ സൈനും ആക്റ്റീവാണ് ഏറ്റവും കൂടുതലായിട്ടും. ടോറസ്, വെർഗോ, കാപ്രിക്കോണും ആക്റ്റീവാണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ എനർജീസാണ് ഇവിടെ നിങ്ങൾക്ക്. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ എനർജീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുള്ളത്. നിങ്ങളും ശരിക്കും ഹീലാവും. രണ്ടുപേരും ഒരു ഹീലിങ്ങിൻ്റെ എനർജിയിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളും സൈലൻ്റ് ആയി പോയി പെട്ടെന്നങ്ങ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നിങ്ങൾക്കൊരു എത്തും പിടിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൽ. അപ്പോൾ നിങ്ങളങ്ങ് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ. അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തോ ഒരു ഫിയർ ഉണ്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എന്തെങ്കിലും ബാക്കിലേക്ക് വലിക്കുന്നുണ്ടാവാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല, ഇവർക്ക് ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇവർ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മൈൻഡിൽ ഒത്തിരി അധികം ഇല്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൈൻഡിൽ ഒത്തിരി അധികം ഡബിൾ മൈൻഡാണ് ഈ ഒരു വ്യക്തിയുടെ. ശരിക്കും അതുകൊണ്ട് മൈൻഡിനെ ഫോക്കസ് ചെയ്ത് ഒരു ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കണക്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഒരു കണക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണ്ടേ, പക്ഷെ നിങ്ങളുടെ കണക്ഷനിൽ ഒരു തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ല. ഇതൊരു കണക്ഷനാണ്, പക്ഷെ ഇതിലിപ്പോൾ ഏത് തരത്തിലുള്ള കണക്ഷനാണ്, ഒരു സ്റ്റെബിലിറ്റിയോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും ഒരു തരത്തിലുള്ള ഒരു ഇതും ഇല്ല. അതുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ട് ഇത്രയും ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനർജീസ് എല്ലാം അത് തന്നെയാണ് പറയുന്നുള്ളത്. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഇതിലൊരു നെയിം വേണം. ശരിക്കും ഒരു നെയിം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ഇല്ലാതെ എങ്ങനെ എത്രയും കാലമാണ് ഈ ഒരു കണക്ഷനെ കൊണ്ട് നടക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിലും അതുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാരി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേങ്കിൽ ഇവിടെ ഇവരുടെ ഈ ആക്ഷൻസും പ്രവൃത്തികളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ ഒരു ഫ്യൂച്ചറും ഉണ്ടാകാൻ പോകുന്നില്ല. ലാസ്റ്റ് ഞാൻ മാത്രമായിരിക്കും ഇവിടെ കരയാൻ പോകുന്നത് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങളുള്ളത്. അതേസമയം നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ആണെങ്കിലും ഇവിടെ ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ള ഒരു സഡൻ ടവർ മൂവ്മെൻറ്റ്, ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിയും ഷോക്ക്ഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജിയിൽ നിൽക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തി ഒരിക്കലും ഒരു ബന്ധനങ്ങളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കെയർ ഫ്രീ ആയിട്ട് ഇയാളുടെ ഫ്രീഡം ഒക്കെ എൻജോയ് ചെയ്ത് ഇയാളുടെ സ്പേസ് ആവോളം അടിച്ചു പൊളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഒരു ബന്ധത്തിലും ഇങ്ങനെ നിന്നിട്ട്, ബന്ധങ്ങളാകുമ്പോൾ എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും, ഇതിലൊന്നും ഈ ഒരു വ്യക്തി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഫ്രീഡം ആണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് മെച്യൂർ ആയിട്ട് ഈ ഒരു വ്യക്തി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ്. ഒരു ഇമ്മെച്യൂരിറ്റി എപ്പോഴും ഒരു കണക്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടാവില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരിക്കലും വേർഡ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ പാടില്ല. അതായത് വാക്കുകൾ കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും വീഴ്ത്തിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ എഫോർട്ടിലായിരിക്കും നമുക്ക് ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാവുന്നുള്ളൂ, റിയാലിറ്റി മനസ്സിലാവുന്നുള്ളത്. ശരിക്കും ആ ഒരു വ്യക്തി എത്രമാത്രം എനിക്ക് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തി എത്രമാത്രം ഇമ്പോർട്ടൻസ് എനിക്ക് തരുന്നുണ്ടെന്നുള്ളൊരു എനർജി എപ്പോഴും എഫോർട്ടിലായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുള്ളത്. വേർഡ്സൊക്കെ എപ്പോഴുള്ള നമുക്ക് സംസാരിച്ച് 4-3 വേർഡ്സൊക്കെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ഷുഗർ കോട്ട് വേർഡ്സുകൾ നമുക്ക് പറയാം. പക്ഷേ അതൊരു ആക്ഷനിൽ വരുമ്പോഴാണ് അവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ അതൊരു ആക്ഷനായിട്ട് ഒന്നും വന്നിട്ടില്ല, വേർഡ്സ് മാത്രമേ ഉള്ളൂ. മാരേജ് ചെയ്യാം എന്നുള്ള ഫേക്ക് പ്രോമിസസ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ സ്റ്റേബിളായിട്ട് ഇരിക്കണം എന്ന് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഓഫറും തന്നിട്ടില്ല. വാക്കുകളുണ്ട്, വാക്കുകൾ കുറേ ഉണ്ട്, പക്ഷേ എങ്കിൽ ഇവിടെ ഒരു സോളിഡ് ഓഫർ ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ്റെ എൻഡിങ്ങിന് മെയിൻ റീസൺ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ടുള്ളത്. എപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഒരു ഹെർമിറ്റ് എനർജീസ് ആണ്. ശരിക്കും ഈ ഒരു വ്യക്തിക്കും ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്കും ക്ലാരിറ്റി ഇല്ല. അത് ഈ ഒരു വ്യക്തി ഓൾറെഡി കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളെ ഈ ഒരു കണക്ഷനിൽ കൺഫ്യൂസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു സ്ട്രെങ്ത് ഈ ഒരു വ്യക്തിക്കില്ല.
വളരെ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇമോഷണലി ആരുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു എനർജീസ് ഒന്നുമല്ല. ഇവൻ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇമോഷൻസ് ഇവർക്ക് ആരുടെ അടുത്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അവിടുന്ന് സ്കൂട്ട് ആവുന്ന ഒരു എനർജി ആയിരിക്കും. എവിടെയും സ്റ്റേബിൾ ആയിട്ടിരിക്കാനായിട്ടോ എവിടെയും കമ്മിറ്റ്മെൻറ്റോട് കൂടി ഇരിക്കാനായിട്ടോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. ഈ ഒരു കണക്ഷനിൽ ഒത്തിരിയധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവർ എപ്പോഴും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, ഇവർക്കൊന്നും എന്തൊക്കെ മറ്റുള്ളവർക്ക് എന്ത് ലോസ് ആയാലും വേണ്ടിയില്ല, എനിക്ക് ഈ ഒരു കണക്ഷനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഹേർട്ട് ആകാൻ പാടില്ല, എനിക്ക് നാളെ ഒരിക്കലും ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഒന്നും വന്നിട്ട് ഞാൻ കരയാൻ പാടില്ല എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. പക്ഷെ പലപ്പോഴും അത് നിങ്ങളെ കരയിക്കുന്നുണ്ട്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഫേസ് നോക്കിയിട്ട് ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ ശരിക്കും ഇവരുടെ മനസ്സിലുള്ള എന്താണെന്ന് ഇവർ തുറന്ന് പറയുമ്പോൾ അല്ലാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഒരു ബാലൻസ് അത്യാവശ്യമാണ്. പക്ഷേങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് ഇല്ല എന്നുള്ളതാണ്. ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. അതുകൊണ്ടാണ് നിങ്ങളിത് ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഈ ഒരു കണക്ഷൻ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ പോലും വീണ്ടും നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആവുന്നതിന് ഒരു റീസൺ നിങ്ങൾ രണ്ടുപേരെയും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തതാണ്, കണക്ട് ചെയ്യിപ്പിച്ച ബന്ധമാണ്. ഓൾറെഡി സ്പിരിച്വൽ കണക്ഷൻസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നുണ്ടാവില്ല. ഓൾറെഡി ഡിവൈൻ എഴുതി വെച്ചിട്ടുള്ള കണക്ഷനുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ വീണ്ടും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലെങ്കിൽ പോലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുള്ളത്. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷൻ ഉണ്ട്. എന്താണോ നിങ്ങളോട് ചെയ്ത് അതിൽ റിഗ്രഷൻ ഉണ്ട്. ഇവർക്കറിയാം എന്താ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതും. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ അത് വളരെ സ്ലോ ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ എംബ്രർ എന്നുള്ള ഒരു എനർജി മാറണം എന്നാൽ മാത്രമായിരിക്കും ഇവിടെ ഈ ഒരു കണക്ഷനിലാണെങ്കിലും എന്തെങ്കിലും നമുക്കൊരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സോളിഡ് ഓഫർ നിങ്ങൾക്ക് തരുമെന്ന് നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അട്രാക്റ്റഡ് ആണ് നിങ്ങൾ വളരെയധികം നിങ്ങളുമായിട്ടൊരു സോൾ ലെവൽ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു വ്യക്തി 2 ഡയറക്ഷനിലാണുള്ളത്. ഈ ഒരു ടൈമിൽ ഏത് ചൂസ് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പിന്നെ ഒരു അഹങ്കാരമുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഞാൻ മതി, ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ തന്നെ മതി, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ തന്നെ ധാരാളമാണ് എന്നുള്ളൊരു അഹങ്കാരം ഈ ഒരു വ്യക്തിക്കുണ്ട്. വളരെയധികം ക്യാഷ് ഉള്ള ഒരു വീട്ടിലെ ഫാമിലിയിൽ ഒരാളായിരിക്കാം. വളരെയധികം എനിക്ക് തോന്നുന്നു ഡിഫറൻസസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഒത്തിരിയധികം ക്യാഷ് ഉണ്ടാക്കണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കും. വളരെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഇവർക്കൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതും അതിൽ നിന്ന് മൂവ് ചെയ്യുന്നതും വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചാണ് ഒരു കണക്ഷനിൽ. ഇവർക്ക് അവിടെ ഒരു ഫ്യൂച്ചർ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർക്കതൊരു വലിയതല്ല, ടാസ്ക് ഒന്നും അല്ല. പക്ഷെ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം ഇല്ല എന്നല്ല, സങ്കടമുണ്ട്. പക്ഷേങ്കിൽ അവർക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അത്രയ്ക്ക് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. ഒത്തിരിയധികം ഓപ്ഷൻസ് നിങ്ങൾ മാത്രമല്ല. പക്ഷേ ഇവർക്ക് എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളോടാണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങളുള്ളപ്പോഴാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരു 10 ഓഫ് കപ്സ്, ഒരു ഫാമിലി ആഗ്രഹിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെയാണ്. നിങ്ങൾ വൈഫാണ്, നിങ്ങൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നുള്ളത് കേട്ടോ. നിങ്ങളുമായിട്ട് റിട്ടേൺ വന്ന് കണക്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫ്ലേട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഓൾറെഡി പറഞ്ഞു എംബ്രറിൻ്റെ എനർജിയാണ്. എംബ്രർ എപ്പോഴും ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. ഫാമിലിയെ വിട്ടിട്ട് പോകണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും ഒരു വ്യക്തിക്കില്ല. ഓക്കെ, സോ നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്, സിംഗിൾസിൻ്റെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സെയിം എനർജീസ് ആണ്. സെപ്പറേറ്റ് കേസ് മാത്രമാണ് ഹസ്ബൻഡ് വൈഫ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജീസ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ എത്രമാത്രം കൊടുക്കുന്നു അത്രമാത്രം റിട്ടേൺ ഇവർക്ക് കിട്ടണം എന്ന് ഇവർ കണ്ടീഷനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവർ നിങ്ങൾക്ക് തരുന്നത് വളരെയധികം കുറച്ചാണെങ്കിൽ പോലും ഇവർക്ക് കിട്ടാനുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കെയറും നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു വാശിയുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, സ്റ്റബോൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. 2 ഓഫ് പെൻഡിക്കിൾസ്, ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയിലാണ്, ഒരു ബാലൻസ് ഇല്ലാത്തൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു ടൈമിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നിങ്ങളുടെ കണ്ടീഷനിങ്ങിൻ്റെ എനർജിയിലാണ് നിങ്ങളുള്ളത്. കാരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നൊരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണമെന്ന് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉള്ളത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. അവന് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി സംസാരിക്കും നിങ്ങളുമായിട്ട്.
അധികം വൈകാതെ തന്നെ. ഇതിലൊരാൾ മൂവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഒരാളവിടെ സ്റ്റക്കാണ് ഇപ്പോഴും കണക്ഷനിൽ. പക്ഷേ ഇവിടെ റിട്ടേൺ ഈ ഒരു വ്യക്തി വരുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു വ്യക്തി സ്റ്റിൽ സ്റ്റക്കാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ആലോചിച്ച് കണ്ട് നിൽക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ വരും. എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുന്ന ടൈമിലായിരിക്കും ഒരു വ്യക്തി വരുന്നത്. ഓൾറെഡി നമുക്കിവിടെ പേഷ്യൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് പറയുന്നുള്ളത്. ഒരു കുറച്ച് വെയിറ്റ് ചെയ്യുക നിങ്ങൾ. മാം പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണം എന്നുണ്ടെങ്കിൽ ജനറൽ റീഡിംഗ് ആണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞാണ്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു കണക്ഷൻ വരും. നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു കണക്ഷൻ ആ ഒരു വ്യക്തി വരും, അവരുടെ ആ ഒരു ഇത് വരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു കണക്ഷൻ നടക്കുകയില്ല. കാരണം ഇതെല്ലാം ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസാണ്. ഡിവൈൻ നിശ്ചയിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഓൾസോ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എൻട്രി ചെയ്തതിന് ഒരു റീസൺ നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി അവേക്കൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. സ്പിരിച്വലി നിങ്ങൾ കുറച്ചുകൂടി ഗ്രോ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ആയതും ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടാരോട്ട് കാർഡ് റീഡിങ്സ് കണ്ടു തുടങ്ങിയതും മെഡിറ്റേഷനെ കുറിച്ചിട്ട് അറിഞ്ഞു തുടങ്ങിയതും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് അറിഞ്ഞു തുടങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അവർ എനർജീസ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഓക്കെ, എനിക്ക് ആ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആ ഒരു വ്യക്തിയുടെ ഫാമിലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കും. പക്ഷെ അതിന് നിങ്ങൾക്ക് ക്ഷമ വേണം. ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. 3 ഓഫ് സോർഡ്സിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ടൈം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ കൂടുതലായിട്ട് നിൽക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്, നിങ്ങൾ ഹേർട്ട് ആവാതിരിക്കാനായിട്ട്. ഓൾറെഡി നിങ്ങൾ കുറേ ഹേർട്ട് ആയിട്ടുണ്ട്. ഇനിയും ഹേർട്ട് ആവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. എന്ത് ഗൈഡൻസ് ആണ്? ഓക്കെ, നോ നീഡ് ടു വറി. നിങ്ങളോട് വറീഡ് ആവണ്ട ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടെന്നാണ് ഏഞ്ചൽസ് പറയുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല, കണക്ഷൻ എല്ലാം ഓക്കെ ആവും എന്നാണ് പറയുന്നുള്ളത്. ചിലർക്കൊക്കെ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ റീകൺസിലേഷൻ പോസിബിൾ ആവുന്നുണ്ടാവും. ഓക്കെ, ബിഗ് ഹാപ്പി ചേഞ്ചസ്. ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു ഹാപ്പി ചേഞ്ചസിന് വേണ്ടിയിട്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്, ഏഞ്ചൽസ് പറയുന്നുള്ളത്. സോ നമുക്ക് നോക്കാം നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന്. പ്ലീസ് കാര്യം You accept and respect my limitations and you are genuine. നിങ്ങൾ ജെനുവിൻ ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുള്ളത്. നിങ്ങൾ വളരെയധികം ജെനുവിനാണ്. നിങ്ങൾ ജെനുവിനാണെന്നുള്ള കാര്യം ഈ ഒരു വ്യക്തിക്ക് അറിയാം. നിങ്ങൾ ലോയലാണെന്ന് ഉള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം. പലപ്പോഴും നീ എൻ്റെ ലിമിറ്റേഷൻസിനെയും അതുപോലെ തന്നെ ലിമിറ്റേഷൻസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവരുടെ സിറ്റുവേഷൻസ് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വ്യക്തിക്കും അറിയാം. ഇത്രയും കാലത്തോടിടയ്ക്ക് ഇവരുടെ ലൈഫിൽ ഇവരുടെ എല്ലാ അവസ്ഥകളും അറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരാൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവരുടെ ലൈഫിലുണ്ട്. ഒരു പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്ഥാനമുണ്ട് ഇവരുടെ ലൈഫിൽ. ഓക്കെ, ആ ഒരു എനർജിയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന വീഡിയോസ് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.